ഹായ് ഡിയേഴ്സ്, പള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ വയനാട്ടുകാർക്ക്, പ്രത്യേകിച്ച് വടക്കേ വയനാട്ടുകാർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് thoramanga എന്ന് പറയും. പൂർവികരായ ആളുകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന ഒരു സാധനമാണ് ഈ thoramanga. മാങ്ങ കൊണ്ട് ഏറ്റവും രുചികരമായി ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ഇത്. വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാം എന്ന് മാത്രമല്ല, പഴയ ആളുകളുടെ ഒരു കരുതലും സ്നേഹവുമായിരുന്നു ഞങ്ങൾക്ക് ഈ വിഭവം. കാരണം പട്ടിണി വരുന്ന നാളുകളിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടാനുണ്ടാവും വീട്ടിൽ എന്നൊരു വിശ്വാസമുണ്ട്. ഒന്നുകിൽ thoramanga ഉണ്ടാവും, അല്ലെങ്കിൽ കടുമാവ് ഉണ്ടാവും, അല്ലെങ്കിൽ വടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്ന് നമുക്ക് thoramanga ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത്, നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുണ്ട് നാടൻ മാങ്ങ അല്ലെങ്കിൽ കോമാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങ. ഏറ്റവും നല്ലത് അതാണ്, അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പരമാവധി അങ്ങനത്തെ മാങ്ങ സംഘടിപ്പിക്കാൻ നോക്കുക. ഇന്ന് ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടിയിരുന്നു. കൊണ്ടുവന്ന് കഴുകി നല്ല ചൂടുള്ള വെള്ളത്തിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അതിനായി അടുപ്പത്ത് വെള്ളം വെച്ച് നമുക്ക് ആദ്യമായി വെള്ളം നന്നായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടായി തിളച്ച് മറിഞ്ഞതിന് ശേഷം മാങ്ങ ഓരോന്നായി ഇതിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് മൂടി വെക്കുക. നന്നായി മൂടി വെക്കുക എന്ന് പറഞ്ഞത് ഇതേപോലെ പുഴുങ്ങിയ ഈ നിറത്തിൽ വരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഇത് വെള്ളത്തിൽ പുഴുങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇതേപോലെ ഒരു നിറവ്യത്യാസം ഉണ്ടാവും പുഴുങ്ങിയതിന് ശേഷം. നമ്മളതെടുത്ത് പിന്നെ ചെയ്യേണ്ട കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതേപോലെ മുറിക്കണം. 3 കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഒന്നും കളയേണ്ട ആവശ്യമില്ല. മാങ്ങാണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ തോലും എടുത്ത് വെക്കുക. നന്നായി വെയിലത്തിട്ട് ഉണക്കണം. നമ്മുടെ വീട്ടിൽ ടെറസൊക്കെ ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മേലൊരു തുണിയോ എന്തെങ്കിലും നല്ലൊരു ഷീറ്റായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണക്കാൻ വെക്കുക. വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഉണക്കാൻ വെക്കുക. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മഴയുള്ള സീസൺ ആയതുകൊണ്ട് 3 ദിവസം വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കുക. ഇതേപോലെ ഓരോ ദിവസവും, ഇത് 2ാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഇതേപോലെയുള്ള മാറ്റങ്ങൾ വരും. കളറ് മാറി വരും. മഞ്ഞ നിറം മാറി വെയിൽ കൊണ്ട് ഉണങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെയുള്ള പരിപാടി, നല്ല പൊടിയുപ്പ് നന്നായിട്ട് ഇതേപോലെ നിറച്ച് കൊടുക്കണം. തോലിലും അതുപോലെ തന്നെ മാങ്ങേൻ്റെ അണ്ടിയിലും ഒക്കെ പുരട്ടി കൊടുക്കും. കുപ്പിയിൽ എടുത്ത് വെക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടി വെക്കുക. നല്ലത് വലിയൊരു കുപ്പിയിൽ, മാങ്ങ കുറേ ഉള്ളതുകൊണ്ട് നമ്മളൊരു വലിയ കുപ്പിയിലാണ് ഇതാക്കി വെച്ചിരിക്കുന്നത്. നന്നായി കുപ്പിയിൽ നിറച്ച് ഇത് മൂടി വെക്കുക. കുറച്ച് ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നതിന് ശേഷം മാത്രമേ ഇത് വലിയ പരീക്ഷണങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. കുപ്പിയിലിട്ടതിന് ശേഷം ഒരു 3 ദിവസം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമ്മളത് എടുത്തു നോക്കുക. എടുത്തു നോക്കുമ്പോൾ അതിൽ ഉപ്പ് ഇങ്ങനെ അലിഞ്ഞ് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കുലുക്കി കൊടുത്തിട്ട് മാങ്ങേൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മാങ്ങേൻ്റെ മേലത് നന്നായി പുരണ്ട് വരുന്ന രൂപത്തിലാക്കണം. എന്നിട്ട് വെയിലത്ത് വെച്ച് വെള്ളം ഉണ്ടാവും, ഉപ്പിൻ്റെ നീരിങ്ങനെ ഒലിച്ചിറങ്ങുന്ന കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നുകൂടി വെയിലത്ത് വെക്കണം. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതിലേക്ക്
ഈ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ഈ മാങ്ങയിലേക്ക് ഇനി മുളകിൻ്റെ ഒരു കൂട്ട്, കുറച്ച് എരിവും പുളിയൊക്കെ തോന്നുന്ന ഒരു രുചികരമാവുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അതിന് കുറച്ച് ഒരു കൂട്ട് തേച്ച് കൊടുക്കാനുണ്ട്, അതിൻ്റെ മേലെ പുരട്ടി കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ എടുക്കേണ്ടത് കുറച്ച് കടുകാണ്. ഒരു 15 മാങ്ങയിലേക്കുള്ള കൂട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മതി. എല്ലാ മാങ്ങയിലേക്കും ഒപ്പരം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നാശമായി പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക. ഒരു 15 മാങ്ങ ആദ്യം എടുക്കുക. എന്നിട്ട് അതിലേക്കുള്ള കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് പരിചയപ്പെടാം. കടുക് നന്നായി വറുത്ത് വെക്കുക. നന്നായി കടുക് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അടുത്തത് ഉലുവയാണ്. ഉലുവയും ഇതേപോലെ നന്നായി ഈ വറുത്ത് കുറഞ്ഞ ചൂടിൽ വറുത്തെടുക്കുക. നന്നായി വറുത്തെടുക്കണം. പിന്നെ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. കുരുമുളക് നന്നായി ഇതേപോലെ വറുത്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അതൊക്കെ മാറ്റണം. പാത്രത്തിലേക്ക് മാറ്റി ഇത് മിക്സ് ആക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകവും നന്നായി വറുത്തെടുക്കണം. ജീരകം ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ കറിവേപ്പിലയും നന്നായിട്ട് വറുത്തെടുത്ത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റി ഇതേപോലെ ഒരു ഉണക്കം വരുന്ന വരെ ചെയ്യാം. ശേഷം ഇതും എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വറുത്ത് വെച്ച സാധനത്തിലേക്ക് എടുത്തിടുക. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് നന്നായി മുളക് പൊടി നന്നായിട്ട് ഇതേപോലെ നേരത്തെ കാണിച്ചതുപോലെ വറുത്തെടുക്കണം. മുളക് പൊടി, ചില്ലി പൗഡർ, മുളക് പൊടി നന്നായി വറുത്തെടുക്കുക. കൂട്ടുകൾ നന്നായി പൊടിച്ചെടുത്ത് ഈ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ചേർന്ന് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉലുവയും ജീരകവും എല്ലാം കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഉണക്കി വെച്ച മാങ്ങ നമ്മളെടുത്തിട്ട് നമ്മൾ പറഞ്ഞു എല്ലാ മാങ്ങയും കൂടി എടുക്കരുത്. ഇതേപോലെ കളറായിട്ടുണ്ടാവും ഏകദേശം മാങ്ങ. അതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇതേപോലെ നന്നായി അതിൻ്റെ തോലിലൊക്കെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചേർത്തി കൊടുക്കുക. പുറത്തും ഒക്കെ നന്നായി പുരട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളത് സൂക്ഷിച്ച് വെക്കുകയാണ്. ആവശ്യത്തിന് ഭക്ഷണത്തിലേക്ക് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. വെറുതെ കഴിക്കാൻ തന്നെ രസമാണ്. ഇതിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കഴിക്കുന്ന സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കറികൾ കുറച്ച് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് ചമ്മന്തി അച്ചാറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെയാണ് തുറമാങ്ങ ഉണ്ടാക്കുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ ചോദിച്ചാൽ മറുപടി നൽകുന്നതായിരിക്കും. ഇതിൻ്റെ കൂട്ടുകളും ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. മാങ്ങാക്കാലമാണല്ലോ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കുറേ കാലത്തേക്ക് ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ പട്ടിണിയും ആ സമയത്തും നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഭവം ബാക്കി ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി ഇതൊന്നും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക.
എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.